Hi everyone, welcome back to Catalyst Education. So, ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അൽഗോരിതം അല്ലെങ്കിൽ എന്താണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന ടോപ്പിക് അല്ലെ. സോ നമുക്കറിയാം അൽഗോരിതം ഒരു ഫ്ലോ ചാർട്ട് അല്ലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നേ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിന്റെ പ്ലാൻ വരയ്ക്കും, ഓരോന്നും ഏത് ഏരിയസിലാണ് വരേണ്ടതെന്നൊക്കെ പറയും അല്ലെ. ഇതേപോലെയാണ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് നമ്മുടെ പ്രോഗ്രാമിംഗിൽ വരുന്നത് അല്ലെ. ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് അൽഗോരിതം അല്ലെങ്കിൽ എന്താണ് ഫ്ലോ ചാർട്ട് എന്നുള്ളത് അല്ലെ. നോക്കാം എന്താണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫിനിറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ. ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. എന്തിനു വേണ്ടി? ടു സോൾവ് എ പ്രോബ്ലം അല്ലെ. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ആൽഗോരിതം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു സീക്വൻസ് ഓഫ് കാര്യങ്ങളുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ആൽഗോരിതം എന്ന് പറയുന്നത്. ഇനി ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇറ്റ് ഈസ് എ പിക്ചോറിയൽ അല്ലെങ്കിൽ വിഷ്വൽ റെപ്രസെന്റേഷൻ അല്ലെ. നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പിനെ അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ വിഷ്വലി ഉള്ള ഒരു റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കത് ഒന്നെങ്കിൽ ഓറൽ അല്ലെങ്കിൽ റിട്ടേൺ ഫോമിൽ എഴുതിയിട്ട് ചെയ്യാം, അതിനെ നമ്മൾ ആൽഗോരിതം എന്ന് പറയും. ഇനി അതിനെ നമ്മളൊരു വിഷ്വലി വരച്ച് കാണിക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് എന്ന് വിളിക്കും? ഫ്ലോ ചാർട്ട് എന്ന് വിളിക്കും അല്ലെ. സോ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ആൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഗ്രാമിന്റെ ഓരോ ഏരിയാസും നമ്മൾ വെൽ ഡിഫൈൻഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ആൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൽഗോരിതം വരുന്നത് പറയുന്നത് അല്ലെ. Algorithm should begin with instructions to input accept അല്ലെ. ആക്സെപ്റ്റ് ഇൻപുട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടായിരിക്കണം എന്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒരു ആൽഗോരിതം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് പറയുന്നത് വേരിയസ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ഇൻപുട്ടിംഗ് ഡാറ്റ ആൻഡ് അസൈനിങ് വാല്യൂസ് അല്ലെ. നമുക്കറിയാം പ്രോഗ്രാമിന്റെ ഉള്ളിൽ ഡാറ്റ അസൈൻ ചെയ്യാനും വാല്യൂസ് ഇൻപുട്ട് ചെയ്യാനൊക്കെ അതിൻ്റെതായിട്ടുള്ള വാരിയബിൾസ് അഥവാ മെമ്മറീസ് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് ഓൾ ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് അൺഅംബിഗ്വസ് അല്ലെ. അഥവാ പ്രിസൈസ് ആയിരിക്കണം, കറക്റ്റ് ഫോർമാറ്റിലായിരിക്കണം എല്ലാ ഇൻസ്ട്രക്ഷൻസ് എന്നും പറയുന്നത്. നാലാമതായിട്ട് പറയുന്നത് ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ബി സഫീഷ്യന്റ്ലി ബേസിക്, അഥവാ ഇതിലുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും എന്തായിരിക്കണം? വളരെ ബേസിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്കതിൽ പറയുന്നത് ദ ടോട്ടൽ ടൈം ടു ക്യാരി ഔട്ട് ഓൾ ദ സ്റ്റെപ്സ് ഇൻ ദ അൽഗോരിതം മസ്റ്റ് ബി ഫിനിറ്റ് അല്ലെ. ഒരു ഇത്ര സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇത്ര ഫിനിറ്റ് സ്റ്റെപ്സ് എത്രയാണോ അതിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തീരേണ്ടത് അല്ലെ. അഥവാ വലുതേ എന്താക്കരുത്, വളരെ ലാർജ് ആയിട്ട് എൻലാർജ്ഡ് ആയിട്ട് അതിനെ വലിച്ചു നീട്ടി കൊണ്ടുപോയത് ഫിനിറ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ്. ആൻഡ് ഫൈനലി പറയുന്നത് ആഫ്റ്റർ പെർഫോം ദ ഇൻസ്ട്രക്ഷൻസ് അൽഗോരിതം അല്ലെ. ഈ ഒരു അൽഗോരിതം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഷുഡ് ബി ആൻ ഒബ്റ്റെയിൻഡ് ആൻ ഔട്ട്പുട്ട്, അഥവാ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൽഗോരിതം ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. സോ ആൽഗോരിതം ഷുഡ് ബി പ്രിസൈസ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ഇൻസ്ട്രക്ഷൻ വെച്ച് തുടങ്ങണം ആൻഡ് ഷുഡ് ബി ഇല്ല ഇതിൽ നമുക്ക് എന്ത് കിട്ടണം? ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആൽഗോരിതം ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ പ്രോഗ്രാമിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ആൽഗോരിതംസിന്റെ റെപ്രസെന്റേഷൻ അഥവാ ഫ്ലോ ചാർട്ടിന്റെ സിമ്പിൾസ് നമുക്ക് അവിടെ പറഞ്ഞു നോക്കാം അല്ലെ. ഇപ്പം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണിത്. ഇതിനെ നമ്മൾ ടെർമിനേറ്റർ എന്നാണ് വിളിക്കാറുള്ളത് അല്ലെ. ഇനി പ്രോഗ്രാമിലേക്ക് ഒരു ഇൻപുട്ടോ ഔട്ട്പുട്ടോ കൊടുക്കണമെങ്കിൽ അതിനെ നമ്മൾ പാരലോഗ്രാം ആണ് യൂസ് ചെയ്യുക. ഇനി ഒരു പ്രോസസ്സിംഗ് നടക്കാണ് അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ നടക്കാണ്, അതിന് നമ്മൾ റെക്ടാങ്കിൾ ആണ് യൂസ് ചെയ്യുക. ഇനി ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിന് റോംബസിന്റെ സിമ്പിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോ ലൈൻസും അതുപോലെ തന്നെ കണക്ടേഴ്സും അല്ലെ. ഇത്രയും സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുക? ഒരു പ്രോഗ്രാമിന്റെ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യാറുള്ളത് അല്ലെ. നമുക്ക് ആവശ്യമായ എല്ലാ ഏരിയാസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അതിൽ പറയുന്നത് ഫ്ലോ ചാർട്ടിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അല്ലെ. ഒന്ന് നമുക്കറിയാൻ വേണ്ടി ഫ്ലോ ചാർട്ട് എന്താണ്? ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ നാച്ചുറലി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ മോഡിഫിക്കേഷൻ ചെയ്യാന്ന് പറയുന്നത്. അഥവാ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസും കാര്യങ്ങളും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എൻറ്റയർ പ്രോഗ്രാമിൽ ചില സിറ്റുവേഷനിൽ അത് എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് ഇതിനെന്തില്ല? ഒരു സ്റ്റാൻഡേർഡ് ഇല്ല അല്ലെ. ഇത്ര സ്റ്റെപ്സ് ആയിരിക്കണം, ഇത്ര ഫിക്സ്ഡ് ആയിരിക്കണം എന്നുള്ള സ്റ്റാൻഡേർഡ് ഫിക്സഡ് സൈസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊരു ഇൻസ്ട്രക്ഷൻസ് അഥവാ ഒരു റിക്വയർമെന്റ് എവിടെ വരുന്നില്ല? ഈ ഒരു ഫ്ലോ ചാർട്ടിൽ വരുന്നില്ല. സോ ഇതൊക്കെ എന്താണ് ഈ ഫ്ലോ ചാർട്ടിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ഫ്ലോ ചാർട്ടും ആൻഡ് അൽഗോരിതം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്.